ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എന്റെ കുടുംബത്തിന്റെ മക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് താണ്ടോ ഒരു 27-27.5 കിലോ വലിപ്പം വരുന്ന അടിപൊളി ഒരു കേര മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ വിചാരിച്ച് ഒരു കേര കൊണ്ട് നല്ല അടിപൊളി കുറച്ച് അച്ചാറം കിട്ടുന്ന തകർത്താക്കാന്ന് വെച്ച്. ഇത് എടുത്താൽ പോങ്ങാത്ത സാധനം ഇത് കണ്ടോ, എന്താ പോ എടുത്താൽ പോലെ പൊങ്ങത്തില്ല ഈ സാധനം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ കേര കൊണ്ട് നല്ല കിട്ടില്ല അച്ചാറം ഇടാൻ പോകണം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ് നമുക്ക് നേരെ അച്ചാറിനുള്ള മീനിന്റെ പീസ് ആദ്യം റെഡിയാക്കാം. അതായത് അതിനുമ്പ് ആദ്യം മീനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം. അപ്പൊ പുതിയൊരു കത്തിയൊക്കെ കൊടുത്ത് കാശൊന്നും നോക്കിയില്ല, 150 രൂപ കൊടുത്ത് പുതിയൊരു കത്തിയൊക്കെ അങ്ങ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം. ഇതിനെ കട്ട് ചെയ്യുന്ന ഒരു വലിയ പണിയാണ്. അപ്പൊ നമ്മുടെ മീനിന്റെ ചിറകും അതിന്റെ സൈഡും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിന്റെ തല കട്ട് ചെയ്യുന്നത് വലിയ പണിയാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഈ ഒരു സംഭവം കട്ട് ചെയ്തിട്ട് ഇതിന്റെ തല ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. കാരണം നമുക്കിത് നേരെ തലക്കറി വെക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ചൂരയുടെ തല കറി വെക്കാനല്ല ഏറ്റവും സൂപ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി നേരെ ഇതിന്റെ തല ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. തല കട്ട് ചെയ്യുന്നൊരു വലിയ ടാസ്ക്കാണ്. അപ്പൊ തല കട്ട് ചെയ്യൽ പ്രക്രിയയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കേരയുടെ തല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ അടിപൊളി. അവിടെ തലയ്ക്കകത്ത് മാംസം കണ്ടോ, തലക്ക് മൊത്തം മാംസമാണ്. അപ്പോൾ ഇത് തന്നെ ഏകദേശം ഒരു 2-3 കിലോ ഉണ്ട് തല മാത്രം. അപ്പോൾ ഇത് നമുക്ക് തലക്കറി വെക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പം കേരയുടെ തല അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇവനെ നമുക്ക് ഇതിനെ ഫുള്ള് സ്കിൻ ഔട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. കാരണം നമുക്ക് ഇതിൻ്റെ കേരയുടെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. നമ്മൾ അച്ചാർ വെക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും ശരി, ആ തൊലി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന് നേരെ സ്കിൻ ഔട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പം തൊലി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് പൊളിക്കാൻ എളുപ്പത്തിന് ഇതിൻ്റെ നടുക്കൂന്ന്, അതായത് ഇവിടുന്ന് നാട്ടി ഇവിടെ വരെ നമുക്കിത് നേരെ നെടുകെ നമുക്കിതൊന്ന് കീറി കൊടുക്കാം. അപ്പം നമുക്ക് തൊലി പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. കാരണം അത് വലിയ മീനായതുകൊണ്ട് നമുക്ക് ഇതാണ്ടോ ഇങ്ങനെ കിട്ടും. നല്ല കറുത്ത അതിൻ്റെ മാംസം കണ്ടോ, നല്ല ഫ്രഷ് സാധനം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ തൊലി കണ്ട് ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. എന്നിട്ട് നേരെ ഒരു തുണി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഒരു വലി കൊടുത്തു കഴിഞ്ഞാൽ സാധനം കഴിഞ്ഞ് പോരും. ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട്. മീൻ്റെ ഒരു സൈഡ് മൊത്തം സ്കിൻ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓരോ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. എന്നാൽ പിന്നെ നമുക്ക് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എന്താ സ്കിൻ ഔട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതേപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഇത്. കാരണം അതിൻ്റെ ആ മുള്ളയിൽ നിന്ന് തന്നെ ഈ മീനിൻ്റെ പീസ് നമുക്ക് കിട്ടുന്നുണ്ടോ. ഇതേപോലെ ഈ ഒരു പരുവത്തിന് നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. ആണ്ടോ ഇങ്ങനെ നമുക്ക് ഓരോരോ പീസായിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്യുക. ആ മുള്ള ഇരിക്കുന്ന പീസ് നമുക്കിത് മീൻ കറി വെക്കാനും കാര്യങ്ങൾക്കുമായിട്ട് നമുക്ക് ഉപയോഗിക്കും. ഇതിൽ അധികം പീസ് വരുന്നത് ശകലം അതിനകത്ത് വരത്തുള്ളത്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ തൊലിയെല്ലാം ഉരിഞ്ഞെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ പോത്തിന്റെ ഒക്കെ തുടപ്പീസൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നവരുണ്ട് ഓരോ പീസും. ഇത്രയും നമ്മൾ മീൻ്റെ മുള്ളില്ലാത്ത പീസാണ്. ഇതെല്ലാം കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻ്റെ ആപ്പാടുള്ള ഒരു മുള്ളിന്റെ പീസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ശകല മാംസമുണ്ട്. പിന്നെ ഇത് മീൻ്റെ നമ്മുടെ വയറിന്റെ പീസും പിന്നെ അതിന്റെ തലയുടെ ഭാഗമാണ് ഇരിക്കുന്നത്. ഇത് ഇത്രയും നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇത്രയും ഇരിക്കുന്ന ഇത്രയും പീസ് കൊടുത്ത് നമുക്ക് ടോട്ടല് എന്താ പറയുക മാംസ പീസ് മാത്രം കിട്ടിയത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് നേരെ ഇതൊന്ന് ചെറിയ പീസ് അച്ചാർ പീസായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആയിട്ട് എടുക്കാം. ഇത് നമുക്ക് ഇത്രയും വലിയ പീസായതുകൊണ്ട് ഇതിനെ നമുക്ക് ചെറിയ പീസാക്കണം.
ഇതിനെ നടുവേ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ഫ്ലാറ്റിലായതുകൊണ്ട് സ്ഥലത്തിന്റെ കുറച്ച് പരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോകാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ നമ്മുടെ കട്ട് ചെയ്ത് ഇതിട്ടേക്കുന്ന നമ്മുടെ എന്താണ് മീനിന്റെ പീസിലേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല എല്ലാം സെറ്റ് ആക്കി കൊടുക്കാം. ആദ്യം നമുക്ക് നല്ല കുരുമുളക് പൊടി, ഇതിന് അളവൊന്നുമില്ല, നമ്മൾ എന്താ പറയുക നമ്മുടെ ഒരു ഊഹത്തിനനുസരിച്ചുള്ള അളവ് വെച്ചൊക്കെ ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്ത മഞ്ഞപ്പൊടി നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, നമുക്ക് ഇതിനകത്ത് എല്ലാം സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അല്ലാതെ കുരുമുളക് പൊടി അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ കുറച്ച് ഇറച്ചി മസാലയും കൂടെ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ നാടൻ കറിവേപ്പില, ഇത്രയും സാധനം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മസാല, ഈ മസാല ഐറ്റംസ് എല്ലാം നമുക്ക് ഈ മീനിലേക്ക് നല്ലപോലെ പിടിച്ചെടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മസാല പുരട്ടി എടുക്കാം. ഇത് നമ്മള് നമ്മുടെ മീനെല്ലാം മസാല എല്ലാം പുരട്ടി നല്ല ഒരു ഗോപുരം മാതിരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനകത്തേക്ക് നമുക്ക് ഈ ഇറച്ചിയിലൊക്കെ മസാല എല്ലാം നല്ലോണം പിടിക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് മസാല പിടിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് നേരെ ഫ്രൈ ആക്കാം. നമ്മുടെ മീനെല്ലാം മസാല എല്ലാം പുരട്ടി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ നല്ല വലിയൊരു ചട്ടി എടുത്ത് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ, ഞാനിപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്ത് എണ്ണയും കൂടെ നമുക്ക് ചൂടാക്കി തരണം. അപ്പൊ നമുക്ക് നമ്മുടെ ഈ എണ്ണയൊന്ന് ചൂടായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നേരത്തെ നമ്മുടെ മീനും എല്ലാം ഒന്ന് മസാല പിടിച്ച മീനും കൂടെ ആണ് എടുക്കുന്നത്. നമ്മുടെ എണ്ണ എല്ലാം നല്ല വൃത്തിയായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മീനെല്ലാം മസാല പുരട്ടി വെച്ചിട്ട് നമ്മുടെ മീനെല്ലാം നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം പിടിച്ച് സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യം നമുക്ക് ഈ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയെല്ലാം നല്ല സെറ്റായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇതിൻ്റെ കൂടെ നമ്മളൊരു ശകലവും കൂടെ ഇട്ട് കൊടുക്കണം. കാരണം ഇത് പടപടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് കുറേ ഉണ്ട്. ഇത് ഫ്രൈ എടുക്കുന്നതിന് ഏകദേശം 1-2 മണിക്കൂറത്തെ പണിയുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുറേശ്ശെ ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം നല്ല സെറ്റായിട്ട് ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ആദ്യത്തെ ട്രിപ്പാണിത്. അപ്പം ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിലൊക്കെ ചില ടിഷ്യൂ വെച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ ഈ ഇതിനകത്ത് മീനിനകത്ത് നമ്മൾ കോരുമ്പോൾ ഉള്ള ആവശ്യമില്ല, നമുക്ക് ഈ എണ്ണമയം എല്ലാം കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ ട്രിപ്പ് മീനൊന്ന് നമുക്ക് കോരിയെടുക്കാം. ഒരുപാട് നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. ഒരു മീഡിയം, ഈ ഒരു പരുവത്തിന് ഒരു മീഡിയം ഫ്രൈ ആക്കി എടുത്താൽ മതി. എല്ലാം ഫ്രൈ ചെയ്തെല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക അച്ചാറിനുള്ള കൂട്ട്, അത് മസാല കൂട്ട് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ മസാല കൂട്ട് റെഡിയാക്കുന്നത്. നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിടാം. അതിനൊപ്പം കുറച്ച് കടുവും കൂടെ. നമ്മുടെ കടുകും കറിവേപ്പിലയും നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി, നമ്മൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതൊരു മീഡിയം പരുവത്തിനൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, നമ്മുടെ പച്ചമുളക് നെടുക കീറിയതും വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. കാരണം ഇത് മീഡിയം പരുവല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ചീത്തയായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഏകദേശം ഒന്ന് അത്യാവശ്യം ഒരു മീഡിയം പരുവത്തിന് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ശകലം കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു.
കൊച്ചുള്ളി ഇട്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ അച്ചാർ ചീത്തയായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം അത് നമ്മൾ നല്ലപോലെ ഇത് എന്ത് ഐറ്റം ആണെങ്കിലും ശരി നമ്മൾ നല്ലപോലെ ഇത് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല. കാരണം ഇത് മീഡിയം വേവോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ വേവാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് കാരണം ഇത് ചീത്തയായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് മാക്സിമം എത്ര നമുക്ക് ഡ്രൈ ആക്കി, അതായത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും നല്ലപോലെ ഇത് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ഇത് ഈ കൊച്ചുള്ളി വിട്ടതിന് ശേഷം നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്കുള്ള, അതായത് നമ്മുടെ എന്താ പറയുക, ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും സംഭവം എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ, അതായത് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇപ്പോൾ എല്ലാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉലുവ ഒരുപാട് ആയാലും നമുക്ക് എന്താ പറയുക ഒരു കയ്പ്പ് ചുവ വരും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉലുവ ചേർക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരല്പം മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. മല്ലിപ്പൊടി ഒരുപാടാവരുത്, കുറച്ച് ചേർക്കുക. പിന്നെ ഇതിലേക്ക് മെയിനായിട്ടുള്ള ഐറ്റം നമ്മുടെ മുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഈ മസാല എല്ലാം ഒന്ന് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിനി ഇപ്പം അടുത്ത ചേർക്കാനുള്ളത് കായപ്പൊടിയാണ്. കായപ്പൊടി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. കാരണം എൻ്റെ എന്താ പറയുക, നമ്മൾ മീനിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും കായപ്പൊടി ചേർത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഞാൻ നേരത്തെ നമ്മൾ മസാല ഇട്ട സമയത്ത് നമ്മുടെ എണ്ണ ശകലം കുറവാണ്, അതുകൊണ്ട് അഡീഷണൽ ഒരു കുറച്ച് എണ്ണയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രേവി പരുവത്തിലായത്. അപ്പോൾ നമുക്ക് നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതായത് ഇതൊന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ മസാല. നമ്മുടെ മസാല എല്ലാം ഏകദേശം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ നാടൻ വിനാഗിരി വന്നിട്ട് കുറച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് വിനാഗിരി ചേർക്കുന്നത് നമ്മുടെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും വിനാഗിരി ചേർത്തത്. വിനാഗറും കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മീനിലേക്ക് ഈ മസാല എല്ലാം സെറ്റാക്കണം. അതിനിപ്പോൾ കാരണം നമ്മുടെ ഇരിക്കുന്ന പാത്രം ചെറുതായതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഫിഷ് ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ മസാല നേരെ പകുതി അങ്ങ് മാറ്റുകയാണ്. പകുതി രണ്ടായിട്ടാണ് ഇത് മസാല ചേർക്കാൻ പോകുന്നത്. അതായത് 2 സെറ്റായിട്ടാണ് ഞാൻ മസാല ചേർത്ത് എടുക്കാൻ പോകുന്നത്. കാരണം അത് എനിക്ക് പാത്രത്തിൻ്റെ ഇത് കുറവ്, അതായത് സൈസ് ചെറുതായതിൻ്റെ പേരിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഫിഷിൻ്റെ പകുതി ഫിഷേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. പകുതി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനാഗറാണ്. ഇതിൻ്റെ മണ്ടയിൽ കൂടെ കുറച്ച് വിനാഗറും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. ഈ വിനാഗർ കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ മസാലയും ഈ ഫിഷും എല്ലാം കൂടെ നല്ലപോലെ മസാല നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇതാണ്ടോ ഒരു ഫസ്റ്റ് സെറ്റ് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. മസാല എല്ലാം പിടിച്ച് അച്ചാറെല്ലാം ഇതാണ്ടോ എല്ലാ പീസിലും നമുക്ക് മസാല എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് ഇനി ഒരു ഐറ്റം കൂടെ നമുക്ക് ലാസ്റ്റ് ഫൈനലിൽ ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം ഞാനിപ്പം ഒരു ഡബ്ബയിലോട്ട് മാറ്റുകയാണ്. ഇതെല്ലാം അപ്പോൾ ആദ്യം ഒരു പാത്രം. അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഇതേപോലെ മസാല വരട്ടി നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ആദ്യം മസാല വരട്ടി ഇവിടെ ഞാൻ ഒരു ട്രിപ്പ് ഡബ്ബയ്ക്കകത്തിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഞാൻ വീണ്ടും ഡബ്ബയ്ക്കകത്തേക്ക് ആക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ മീനച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു ചെറിയ ടച്ചപ്പ് പരിപാടി, അതായത് ലാസ്റ്റ് എന്താ പറയുക നമ്മുടെ റെസിപ്പിയും കൂടെ ചേർക്കാറുണ്ട്. അതായത് ലാസ്റ്റ് റെസിപ്പി ചെറിയ ടച്ചപ്പ് പരിപാടി. അപ്പം അതിന് മുമ്പ് നമ്മൾ 27 കിലോയുടെ നമ്മുടെ ചൂര ഫ്രൈ ചെയ്ത് അച്ചാറിട്ട സാധനമാണിത്. ഇതിനകത്ത് ആ പടം മാറ്റി എന്ന് പറഞ്ഞാൽ തലയും അതിൻ്റെ കുറച്ച് വയറും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 ഡബ്ബ, ഇത് 5 കിലോ, ഇത് 3 കിലോയുടെ ഡബ്ബയാണ്. 5, 3, 8 കിലോയാണ് 27 കിലോ ചൂര അച്ചാർ ഇട്ടപ്പോൾ കിട്ടിയത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വിനാഗർ, ഇപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് വിനാഗറും കൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം എന്നാൽ ഇതിനകത്ത് ഈ മസാലയുടെ പുളിയും കാര്യങ്ങളെല്ലാം ഇതിങ്ങനെ നമ്മളിപ്പോൾ ഇന്നോ നാളെയോ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് അവിടെ ഇരുന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 4-5 മാസത്തിന് മേളിൽ നമുക്കിത് സുഖസുന്ദരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു കേടും കൂടെ നമുക്ക് ഒരു 5 മാസത്തിന് മേളിൽ എന്തായാലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മൾ അടച്ചു വെക്കുന്നതിന് മുമ്പ് ഇത് ഫുള്ള് തണുത്ത, ഈ ഡബ്ബയ്ക്കകത്തിട്ട് നമ്മൾ അടച്ചു വെക്കാൻ പാടില്ല. ഇതൊന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം നമുക്ക് തണുത്തതിന് ശേഷം നമ്മൾ ഇത് ഡബ്ബ അടച്ചു വെക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീനച്ചാർ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ
എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ റെസിപ്പിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ഓക്കെ ബൈ.